കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രോബ്ലം നമുക്ക് എപ്പോഴും എക്സാമിന് വരാറുള്ളതാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും എക്സാമിന് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കാം സപ്ലൈ എത്രയാണെന്ന് നോക്കാം. സപ്ലൈ ഈക്വൽ ടു ഈ സപ്ലൈയുടെ മൂന്നും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ നോക്കാം, 250 പ്ലസ് 320 പ്ലസ് 280 ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? സപ്ലൈ ഈക്വൽ ടു 850 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് നോക്കാം, ഡിമാൻഡ് സപ്ലൈക്ക് ഈക്വൽ ആണോ എന്ന് നോക്കാം. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ 300 പ്ലസ് 260 പ്ലസ് 180. അപ്പോൾ നമുക്ക് എത്ര ഡിമാൻഡ് കിട്ടിയത്? 740 ആണ് ഡിമാൻഡ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സപ്ലൈ ഈസ് നോട്ട് ഈക്വൽ ടു ഡിമാൻഡ്. സപ്ലൈ എന്ന് പറയുന്നത് ഡിമാൻഡിന് ഈക്വൽ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ സപ്ലൈ ഡിമാൻഡിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പ്രോബ്ലം ചെയ്തു പോകാം. പക്ഷേ ഇവിടെ സപ്ലൈ ഡിമാൻഡിനോട് ഈക്വൽ അല്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, സപ്ലൈയിലാണോ ഡിമാൻഡിലാണോ ഷോർട്ട് വരുന്നത്? ഡിമാൻഡിലാണല്ലേ ഷോർട്ട് കുറവ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിമാൻഡിന് ഒരു കോളം കൂടി നമ്മൾ കൊടുത്താൽ ഡിമാൻഡിൻ്റെ അവിടെ ആ ബാലൻസുള്ള എമൗണ്ട് എഴുതാം നമുക്ക്. അപ്പോൾ സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ് ആവില്ലേ? സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പേജും കൂടി ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സപ്ലൈ 850 ആണെന്ന് നമുക്കറിയാം. സോ ഡിമാൻഡ് എത്രയാണ് നമുക്ക് കിട്ടിയിരുന്നത്? 740 ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ 850 മൈനസ് 740, 850 മൈനസ് 740 എത്രയാണ് ഷോർട്ടേജ് വരുന്നത്? 110 ആണ്. ആ 110 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡമ്മി കോളം വരയ്ക്കും. ഡമ്മി എന്ന് എഴുതിയിട്ട് ഒരു കോളം വരയ്ക്കും. അതിൻ്റെ താഴെ നമ്മൾ കൊടുക്കുക വാല്യൂസ് 0 ആണ് കൊടുക്കുക. സോ നമുക്ക് ബാലൻസ് ഉള്ള എമൗണ്ട് 110 എന്ന് പറഞ്ഞ് ഇവിടെ ഫില്ല് ചെയ്യാം. ഇനി അതിന് പകരം നമുക്ക് നോക്കാം, ഇപ്പോൾ ഡിമാൻഡ് 850 ആയിരുന്നു, സപ്ലൈ ആണ് കുറവെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഡമ്മി കോളം അല്ല വരയ്ക്കുക, ഡമ്മി ഒരു റോയാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡമ്മി റോ വരച്ചിട്ട് സപ്ലൈനും ഡിമാൻഡിനും ഈക്വൽ ആക്കണം. ഡമ്മി കോളം അല്ലെങ്കിൽ ഡമ്മി റോയിൽ എപ്പോഴും വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് കഴിഞ്ഞ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങാം. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇത് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം, ഇവിടെ നമ്മളൊരു ജസ്റ്റ് നമുക്കിവിടെ എത്ര ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. നമ്മുടെ കയ്യിൽ എത്ര ഡിമാൻഡ് ഉണ്ട്? 300 ഉണ്ട്, സപ്ലൈ 250 ഉണ്ട്. ഇതിൽ ചെറുത് ഏതാന്ന് നോക്കാം, അതാണ് നമുക്കിവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 250 അല്ലേ ചെറുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 250 നമുക്കവിടെ ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാം. 250 നമ്മളവിടെ ലൊക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 250 അവിടെ ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടുത്തെ 250 കഴിഞ്ഞില്ലേ, അവസാനിച്ചില്ലേ, നമ്മൾ ലൊക്കേറ്റ് ചെയ്തല്ലോ. സോ അത് ക്യാൻസൽ ചെയ്യുക, അതെന്തായി 0 ആയി മാറി. സോ ഇനി അവിടേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് മൊത്തം ക്യാൻസൽ ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 250 സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിമാൻഡ് നമ്മൾ 300 അല്ല ഇടുന്നത്. ആ 300ൽ നിന്ന് ഇവിടെ എത്ര എമൗണ്ട് ആണോ നമ്മൾ എടുത്തത് അതേ സെയിം തന്നെ എടുക്കണം. ഇവിടെ 250 അല്ല എടുത്തത്. അപ്പോൾ ഇവിടെ നിന്നും 250 നമ്മൾ കളയണം. ഓക്കെ, സോ 250 കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര ബാലൻസ് വരും? 50 ആണ് നമുക്ക് ബാലൻസ് വരാം. ഓക്കെ, പക്ഷേ ഇവിടെ 50 ഉള്ള കാരണം നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്തത് നോക്കുകയാണ്. അടുത്തത് നോക്കുമ്പോൾ വീണ്ടും ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുക. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 320 ഉണ്ട്, 50 ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ വരുന്നത്? 50 ആണല്ലേ. സോ നമുക്ക് എത്ര അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം? 50 അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 50 ഇവിടെ നിന്ന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ബാലൻസിന് എത്രയുണ്ട്? 0 ആയി മാറി. സോ ഇവിടെ 0 ആയതുകൊണ്ട് അതിൻ്റെ താഴെയുള്ളത് നമ്മൾ വെട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും 50 പോയിട്ടുണ്ടാവില്ലേ. അപ്പോൾ 320ൽ നിന്നും 50 പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ നിന്ന് എത്രയുണ്ട്? 270 ആണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ നിന്ന് താഴോട്ട് വന്ന പോലെ വീണ്ടും താഴോട്ട് വരാൻ പാടില്ല, കാരണം നമുക്കൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് അടുത്ത ഇതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്തതിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും അവിടെ അലോക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ അലോക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ 260യും 270യും. ഇതിലേറ്റവും ചെറുത് ഏതാ? 260. അതാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ 260 അലോക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. 260 അലോക്കേറ്റ് ചെയ്ത് ഇവിടെ എത്രയായി? 0 ആയി. ഇവിടെ നിന്ന് 260 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 10 ആണ് ബാലൻസ് ഉള്ളത്. സോ ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ അത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് അടുത്തത് ഏതാ വരുന്നത്? 9 വരുന്നുണ്ട്. ഇവിടെ നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് ഇവിടേക്ക് കിടന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താ വരുന്നത്? 9 ഉണ്ട്. ആ 9 നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഏറ്റവും ലീസ്റ്റ് നോക്കാം. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 180 ഉണ്ട്. ഏറ്റവും ചെറുത് ഏതാ? 10 ആണ് അല്ലേ? സോ നമ്മൾ 10 അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 10 ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തായി? 0 ആയിട്ട് മാറി അല്ലേ? സോ ഇവിടുന്ന് 10 പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 170 ആണുള്ളത്. അപ്പോൾ ഇവിടെ 0 ആയി മാറിയത് കൊണ്ട് നമുക്ക് 0ൻ്റെ നേരെയുള്ള ഇത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ അടിയിലോട്ട് കടക്കുമ്പോൾ ഇവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 170യും ഉണ്ട്, 280യും ഉണ്ട്. ഏറ്റവും ചെറുത് ഏതാ? 170. അപ്പോൾ നമുക്ക് എത്ര അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 170 ആണ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 170 നമ്മൾ അലോക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ എത്രയായി? 0 ആയി. അപ്പോൾ 280യിൽ നിന്നും 170 നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്രയുണ്ട്? 110 ആണ് ബാലൻസ് ഉള്ളത്. സോ ആ 110 നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് ബാലൻസ് ഉള്ള ഈ ഒരു സെല്ലിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 110 അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നും 110 പോയി കഴിഞ്ഞാൽ ഇവിടെ 0 ആയി. ഇവിടെ നിന്നും 110 പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തായി? 0 ആയി. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ ഡിമാൻഡും സപ്ലൈയും എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യുക. ഇനി ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ ഇസ് ഈക്വൽ ടു എത്രയും നമ്മൾ അലോക്കേറ്റ് ചെയ്തെടുക്കുക? 250 ഇൻറ്റു ആ ഒരു സെല്ലിൽ എടുക്കുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ 250 ഇൻറ്റു 8 എഴുതാം. എത്രയാണ് നോക്കുക? 250 ഇൻറ്റു 8 2000 കിട്ടും നമുക്ക്. ദെൻ നെക്സ്റ്റ് ഏതാ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? 50 ഇൻറ്റു 5. സോ നമുക്ക് എത്ര കിട്ടും? 250 കിട്ടും. ദെൻ നെക്സ്റ്റ് എത്രയാണ്? 260 ഇൻറ്റു 4. സോ 260 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 1040 കിട്ടും. ദെൻ 10 ഇൻറ്റു 9 ഈക്വൽ ടു 90 കിട്ടും. പിന്നെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 170 ഇൻറ്റു 5 850 കിട്ടും. ദെൻ ലാസ്റ്റ് 110 ഇൻറ്റു 0 ഈക്വൽ ടു 0. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ 2000 പ്ലസ് 250 പ്ലസ് 1040 പ്ലസ് 90 പ്ലസ് 850 ഈക്വൽ ടു 4230 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പിന്നെ ഈ ഒരു ഡമ്മി കോളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. സോ നമുക്ക് ഡയറക്റ്റ് ഇതിൽ തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് ചെയ്യാം. പക്ഷേ ഇവിടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് നമ്മളപ്പോൾ ഈക്വൽ അല്ലാത്ത സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഈക്വൽ ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാമല്ലോ, എളുപ്പമാണല്ലോ അത്. സോ ഈക്വൽ അല്ലാത്തതാണെങ്കിൽ ഇങ്ങനെ ഒരു ഡമ്മി വരയ്ക്കുക. ഇവിടെ നമുക്ക് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഡമ്മി കോളം വരച്ചത്. ഇനി ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡമ്മി റോയാണ് വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡാണിത്. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇതുപോലത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോകൾ ഇടുന്നതായിരിക്കും കേട്ടോ.